I still believe, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ജെയ്ക്സിന്റെ ബെസ്റ്റ് is still ahead of him. ജെയ്ക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓഫ്കോഴ്സ് ജെയ്ക്സ് ഞാനും ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. പക്ഷെ അയ്യപ്പനും കോശിയും ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിംഗ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ്. ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്ന ഒരു അവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ്, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ജെയ്ക്സിന്റെ ബെസ്റ്റ് is still ahead of him. ജെയ്ക്സിന്റെ ട്രൂ സ്പെക്ട്രം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ വിലായത്തുക, ഈ സിനിമയ്ക്ക് ജെയ്ക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ, ഈ സിനിമയുടെ കഥയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജെയ്ക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഇസ് ട്രൂലി all inspiring. So thank you ജെയ്ക്സ് for all that you have done. ഇന്ദുവിന്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എന്റെ മുഖം ആവുന്നത്. ഇതിനു മുമ്പ് കാപ്പയിൽ കൊട്ടമധുവായി ഞാൻ അഭിനയിച്ചിരുന്നു. ഇന്ദുവിന്റെ അവസാനത്തെ കഥാപാത്രവുമായിരിക്കില്ല എന്റേതായി എന്റെ ഫിൽമോഗ്രഫിയിൽ നടക്കുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ് ഇന്ദുവിന്റെ റൈറ്റിംഗിൽ. ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ദുവിന്റെ അടുത്ത ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും ഇതിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു. മോഹനന്റെ മുഖം എന്റേതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം കൂടിയതിന് ഒരുപാട് നന്ദി.